400 കിലോമീറ്റർ ഉദയ്പൂർ ഉണ്ട്. ഇപ്പം നമ്മുടെ രണ്ട് സൈഡും നിറച്ച് കോട്ടൺ പാടങ്ങൾ. ഇതൊക്കെ കോട്ടൺ പാടാണ്. എവിടെ ചെന്നാലും മലയാളീസിൻ്റെ വെറുതെ. നമ്മുടെ വണ്ടീൻ്റെ ക്ലച്ച് ലിവറിൻ്റെ ബോൾട്ട് ഊരി ചാടിപ്പോയി. എന്തോ ഉണ്ടായിട്ടുണ്ട്. അതാ ലോറി മറിഞ്ഞേക്കുന്നടി. ലൈവ് ചേച്ചിൻ്റെ സാരി കാർഡ് ഒരു പീസ് പോന്നു. വൃത്തിയൊന്നും നോക്കണ്ട. ജസ്റ്റ് ഉള്ളിലെത്തി. തോക്ക് ശേഖരം മ്യൂസിക് നൈറ്റ് വരും. അതിൻ്റെ ഏറ്റവും മേലെ തന്നെ ഇന്നത്തെ ആദ്യത്തെ പണി കിട്ടി. ഇവിടേക്ക് കയറിയതിന് ശേഷം പുള്ളിയുടെ വണ്ടി ആദ്യം ഒന്ന് പഞ്ചറായി. അത് ശരിയാക്കി അവിടുന്ന് പോന്ന് ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത പഞ്ചർ. നമ്മൾ നേപ്പാൾ പോയപ്പോൾ ഞാൻ നിന്ന ഹോട്ടലിൻ്റെ പേരും. അപ്പോൾ ഞാനും ഹരി സുനിക്കുട്ടൻ പയാസ് പിന്നെ ഹെൽമെറ്റ് കളയും കൊണ്ടുപോകും. ഞങ്ങൾ ഹെൽമെറ്റൊക്കെ കൈ പിടിച്ച ബാള ലൈവായിട്ട് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. നോർമൽ കുൽഫി തന്നെ അടിപൊളിയാന്നാ പറയുന്നത്. രാജസ്ഥാനിലാണ് ഗൈസ്. നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി. നൈസ് ഫുഡായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഫുഡൊക്കെ ഇഷ്ടമായി. പ്രത്യേകിച്ച് ലസ്സി, അടിപൊളി ലസ്സി. ഇപ്പോൾ പോവുക, ഒന്ന് കുടിക്കുക, ഒരൊറ്റ ഉറക്കം. അപ്പോൾ ഗൈസ് ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു ദ ലൈഫ് ഓഫ് മിസ്റ്റർ ലൈഫ് ലോഗർ. അപ്പോൾ നമ്മൾ രാവിലെ വണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് ഇറങ്ങി. ഇവിടുന്ന് ഇനി 400 കിലോമീറ്റർ ഉദയ്പൂർ ഉണ്ട്. നേരെ അങ്ങോട്ടാണ് പിടിക്കുന്നത്. ബ്രീഫിംഗ് ഉണ്ട് പറയുന്നു, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഒരു 200 to 400 ഇടയിൽ ഓടിക്കണമുണ്ട്. ചെറിയൊരു ക്ഷീണമുണ്ട്. ഇറ്റ്സ് ഓക്കെ. സ്ഥലങ്ങൾ കാണാനുള്ള ക്യൂരിയോസിറ്റിയിൽ നമ്മളതൊന്നും അറിയൂല. ബൈ ബൈ ഗുജറാത്ത്. അപ്പോൾ നമ്മൾ ഗുജറാത്ത് നമ്മൾ തിരിച്ച് നേരെ ഉദയ്പൂർ വെച്ച് പിടി. റോഡ് നല്ലതായാൽ മതിയായിരുന്നു. റോഡാട്ടോ കിട്ടിയിരുന്നത്. ഈശ്വര, ഈ റോഡ് കുറേ ദൂരം അങ്ങനെ ഉണ്ടായാൽ മതിയായിരുന്നു. നല്ല റോഡാത്. വണ്ടി ആകെ ചളി വെളിയാ. അതിനകത്തിട്ട് ഒന്ന് വാട്ടർ സർവീസ് ചെയ്യണം. ഫ്രണ്ട് ബ്രേക്ക് പാഡും മാറണം. ഇപ്പം നമ്മുടെ രണ്ട് സൈഡും നിറച്ച് കോട്ടൺ പാടങ്ങൾ കാണാണ്ട്. കോട്ടൺ പാടങ്ങൾ അത് രാവിലെ ആൾക്കാർ പറക്കണും ഉണ്ട്. പോകുന്നുണ്ട് കുറേ പേര് അവിടെ നിൽക്കുന്നുണ്ട്. ദാ ഇതൊക്കെ കോട്ടൺ പാടാണ്. വറ്റി വരണ്ട് കിടക്കാണ്. ചൂടിന് നല്ല ചൂടുള്ള ടൈമാ. രാജസ്ഥാൻ എക്സ്ട്രീം ചൂടാണ്. പാലം കയറിട്ട് കെട്ടിയേക്ക്. കൈവരി കയറിട്ട് കെട്ടിയേക്ക. നമ്മൾ കണ്ടിന്യൂസ്ലി ഹൈവേ ഒക്കെ കുറേ നേരം ഓടിക്കുമ്പോൾ നമുക്ക് ബോറടിക്കട്ടോ. അപ്പോൾ ഈ റോഡ് കണ്ടില്ല, ഈ റോഡിൻ്റെ രണ്ട് സൈഡും നാട്ടും പ്രദേശമാണ്. ഒക്കെ എവിടെ നോക്കിയാലും പശുക്കൾ, വീട്, അവിടെ രാവിലത്തെ കാഴ്ച ഒക്കെ രണ്ട് സൈഡിലേക്കും നോക്കി പോകുമ്പോൾ കാഴ്ചകൾ കണ്ടുപോകാം. അപ്പോൾ കുറച്ച് ക്ഷീണം അറിയില്ല, അതുപോലെ തന്നെ ഉറക്കം വരില്ല. പോണതൊരു ഫോറസ്റ്റ് ഏരിയ കേട്ടോ. ഇവിടെ കരടിയൊക്കെ ഉണ്ടാവുന്നൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ചായ കുടിക്കാൻ വേണ്ടി ബ്രേക്ക് എടുത്തു. ഈ ബുള്ളറ്റിൻ്റെ ഹാൻഡിലേ കുറച്ച് ലൂസായി. അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്യണം. ഇവിടെ അങ്ങനെ കുണ്ടി കിടുമ്പോൾ ഇങ്ങോട്ട് പോരുക. അപ്പോൾ അത് ടൈറ്റ് ചെയ്യുക. ഇവിടെ നാസ്തല്ല, ചായ മാത്രമേ ഉള്ളൂ. ഒരു ചായ കുടിക്കുക, ഒറ്റപ്പെടാം. നമുക്കൊരു ചായ കുടിക്കാനുള്ള നാസ്ത കഴിക്കാനുള്ള ഷോപ്പ് കിട്ടി. വണ്ടികളൊക്കെ അവിടെ നിർത്തിയിറക്കുന്നുണ്ട്. ഇപ്പം നിഷാദ് ഖാൻ്റെ ഹാൻഡിലൊന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്ത് തന്നെ വർക്ക്ഷോപ്പ് ഉണ്ട്. കോഴിക്കോട് മലപ്പുറം എവിടെ ചെന്നാലും മലയാളീസിൻ്റെ വെറുതെ. ഇല്ലെങ്കിൽ ഇപ്പം നമ്മൾ വിചാരിച്ചോ
ബ്രേക്ക്ഫാസ്റ്റ് ആലു പൊറോട്ട, തൈര് ആൻഡ് കോഫി. ബസ്സില്ല ഇവിടെ. ഇവിടുത്തെ മെയിൻ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഈ സംഭവമാണ്. എൻ്റെ പൊന്നാ, ഒരു ലോറിയിൽ എത്ര പേരാ! ഒരു ജീപ്പ് ലോറിയിൽ നിറച്ച ആൾക്കാരെ കൊണ്ടാണല്ലോ. ഈ പാട്ടൊക്കെ ഉണ്ട്, പവറേഷ്. അതിൽ ജെൻസും ഫീമെയിൽസും എല്ലാവരും ഒരുമിച്ചാവും. നമ്മൾ ആലുപൊറാട്ട കഴിച്ചു, ആലുപൊറാട്ടയും തൈരും കഴിച്ചു. സംഭവം കുറച്ചൊക്കെ വീട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തോ ഭക്ഷണം കഴിക്കുമ്പോൾ അമ്മയൊക്കെ വീഡിയോ കോൾ ചെയ്തു. അവളുടെ അമ്മ, അച്ഛൻ, എൻ്റെ അമ്മ, അച്ഛൻ, ഇവരൊക്കെ വീഡിയോ കോൾ ചെയ്തു. അപ്പം നമുക്ക് അവരൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. സംഭവം എന്താ അറിയില്ല. പിന്നെ എസ്പെഷ്യലി ഈ ട്രാവൽ, ഈ യാത്രയിൽ മെയിനായിട്ട് മിസ് ചെയ്യുന്ന ആൾ ചേച്ചി കേട്ടോ. കാരണം ഞങ്ങളുടെ ഫുൾ പ്ലാനിങ് ഒക്കെ ഹെൽപ്പ് ചെയ്തതും ചേച്ചീനോടാണ്. ചേച്ചിക്ക് ഈ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാൻ ചേച്ചി അടിപൊളിയാണ്. ഞങ്ങളുടെ കല്യാണം മുതൽ ഈ ട്രിപ്പ് വരെ ചേച്ചീനോടാണ് ഞാൻ സജഷൻസ് ചോദിക്കുക. അപ്പോൾ ഒരു കാര്യത്തിൽ 2 ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ചേച്ചിനോട് ഞാൻ സജഷൻ ചോദിക്കും. പിന്നെ ഏറ്റവും മണ്ടയ്ക്ക് എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. ഏതോ ഒരു കാട്ടുവഴി കൂടെ പോണ്. ചെറിയൊരു റോഡ്, കുണ്ടും കുഴിയും വളവും തിരിവും ഗ്രാമപ്രദേശവും. ഇതൊക്കെ എന്താ സാധനം! പക്ഷെ എനിക്കിഷ്ടമാട്ടോ അങ്ങനത്തെ വഴികളും വേണം ഇടയ്ക്ക്. കൃഷികളും. പിന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് ഈ വെയിലൊന്നും ഒരു വിഷയമല്ല. ഇതൊക്കെ കൊണ്ടിട്ടേ ചേച്ചിമാരൊക്കെ എത്ര കൂളായിട്ട് അറിയാം പാടത്തുനിന്ന് പണിയെടുക്കണേ. ഇവിടെ മനുഷ്യന്മാർ വെയിലത്ത് പണിയെടുക്കൽ പോയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റണല്ല. കാറ്റ് തട്ടുണ്ട്. വണ്ടി അങ്ങനെ നിർത്തിയാൽ പോയി. ഇവിടുത്തെ സ്കൂളാണ്. നമ്മുടെ വണ്ടീൻ്റെ ക്ലച്ച് ലിവറിൻ്റെ ബോൾട്ട് ഊരി ചാടിപ്പോയി. ഞങ്ങൾ നോക്കുമ്പോൾ പ്രീപ്പിൾ അങ്ങനെ കൂടി വരുന്നുണ്ട് ക്ലച്ചിൻ്റെ. അപ്പം ഞാൻ ആദ്യം ഇപ്പുറത്ത് അടിയത്തെ കേബിളിൻ്റെ ബോൾട്ട് പോയതാ വിചാരിച്ച് പോയി നിർത്തി. അപ്പോൾ ഇവിടുത്തെ ബോൾട്ട് പോയത്. അപ്പോൾ തൽക്കാലം അവിടുന്ന് കറക്റ്റ് ഒരു ഹാർഡ്വെയറിന് മുന്നിൽ നിർത്തിയത്. ലോക്കൽ ചെറിയ ഹാർഡ്വെയർ എൻ്റെ മുന്നിൽ നിർത്തിയത്. അവിടുന്ന് അയാളെ കിട്ടിയൊരു സ്ക്രൂ ഇട്ടിട്ട് ഇപ്പോൾ തൽക്കാലം ബോൾട്ട് ഇട്ടിട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ എത്തുമ്പോൾ നല്ല ബോൾട്ട് വാങ്ങിയിട്ട് അത് മാറ്റണം. എന്താണോ പണി കേട്ടോ. ഫസ്റ്റ് നിഷാദ് ഖാൻ്റെ ഹാൻഡിൽ, പിന്നെ എൻ്റെ ഈ സ്ക്രൂ ഊരിപ്പോയി. ഇപ്പോൾ ഇതാ ഫയാസിൻ്റെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ, ഹിമാലയൻ 450ൻ്റെ ബാക്കത്തെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കംപ്ലൈൻ്റ് ആയി. അതാണ് വെച്ചാലോ അത് ഇൻഡിക്കേറ്റർ ഹിമാലയൻ്റെ, അത് ഇൻഡിക്കേറ്റർ മാത്രമായിട്ട് മാറാൻ പറ്റൂലെന്ന്. നല്ല റേറ്റ് ഉണ്ട്. അവർ ഫുള്ളൊരു സെറ്റാണ് ബാക്കത്തെ ആ ഒരു സെക്ഷൻ. റൈഡ് തുടങ്ങിയപ്പോൾ തന്നെ സുനിക്ക് പണി കിട്ടി. സുനിൻ്റെ ബ്രേക്ക് പാഡ് ചാടിപ്പോയി. പിന്നെ ശരിയാക്കി. ഇത്രയും ദൂരം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടുകയല്ലേ, വണ്ടീനെ പറഞ്ഞും കാര്യമില്ല. ഇതൊക്കെ ഈ നട്ടും പൊട്ടുമ്പോൾ ഓടുന്ന സാധനമല്ലേ. ഇത്രയും കുറേ ഓടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ വരും. നമ്മളെത്ര പ്രിപ്പയർ ആയിട്ടും കാര്യമില്ല. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമേ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പണി കിട്ടുള്ളൂ. അപ്പോൾ ഈ ഇറങ്ങിയ എല്ലാവരും വണ്ടി പ്രിപ്പയറായി സെറ്റായിട്ട് തന്നെ ഇറങ്ങിയത്. പകുതിക്ക് നിന്ന് ഇങ്ങനെ കിട്ടുന്ന ഓരോ പണികൾ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എത്തിയിട്ടാണ് കേട്ടോ നമ്മൾ അത്യാവശ്യം ബസ്സുകളൊക്കെ കാണാൻ തുടങ്ങിയത്. KSRTC GSRTC, ഗുജറാത്തിൻ്റെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ വണ്ടി. വൃത്തി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. കണ്ടോ തുരുമ്പ് പിടിച്ചിട്ട് ആള് നടുകുഴിഞ്ഞ് ചാടുന്നുള്ള അവസ്ഥ വണ്ടി കണ്ടു കഴിഞ്ഞാൽ. ഓ കണ്ണടിച്ചു പോണ വെയില. മനസ്സിലാവുണ്ടാവും വീഡിയോ കാണുമ്പോൾ. ഷോർട്ട് ടീ ബ്രേക്ക്. ഇതാണ് നമ്മുടെ പ്രീനോട്ടൻ്റെ 390, അല്ല ദേവേൻ്റെ 390. കൂടിയൊക്കെ കഴിഞ്ഞു. ലസ്സിയൊക്കെ കുടിച്ചു. ചിലർ കുറച്ച് സ്നിക്കേഴ്സൊക്കെ വാങ്ങി കൈ പിടിച്ചു. ഇവിടെ തിരിക്കുകയാണെന്നാൽ വെയിൽ കൂടി വരിക കേട്ടോ. ഇങ്ങോട്ട് മേലേക്ക് കയറുന്നതോറും വെയിൽ കൂടി വരികയാണ്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഒടുക്കത്തെ തണുപ്പാവും. ഇതൊക്കെ സൺസ്ക്രീൻ പൊത്തിയിരുന്നു. ഇതൊക്കെ ആ ലെവലാണ് എല്ലാവരും. ഒരു ഹൈവേയിൽ കയറിയിട്ടോ. നല്ല ക്രോസ് വിൻസ് ഉണ്ട്. അതാണ് ഒരു പേടി. ഇപ്പം നമുക്ക് ഏകദേശം ഒരു 200 കിലോമീറ്ററും കൂടി ഉണ്ട്. 200 ഇല്ല, ഒരു 198 അത്രയൊക്കെ ഉണ്ട് അങ്ങോട്ട് എത്താൻ. ഇന്നിപ്പോൾ എടുത്തിട്ട് ഇതുവരെ നമുക്ക് നല്ല റോഡുകളെ കിട്ടിയിട്ടുണ്ട്.
രാജസ്ഥാൻ ഗായ്സ്. അങ്ങനെ നമ്മൾ രാജസ്ഥാൻ്റെ ബോർഡറിലേക്ക് കടന്നിരിക്കുകയാണ് ഗായ്സ്. പെട്രോളിൻ്റെ പൈസ കൂടിയ എന്തോ എന്തായാലും നമ്മളൊക്കെ കയറിട്ടോ. നമ്മൾ വണ്ടിയിൽ എണ്ണ അടിക്കണം, പിന്നെ ഫുഡ് അടിക്കണം. പക്ഷേ ഈ റോഡിന് ഇങ്ങനെ പോകുമ്പോൾ എവിടെ നിർത്താൻ തോന്നത്തില്ല. കണ്ടോ, കിട്ടിയ റോഡ്. എന്തോ ഉണ്ടായിട്ടുണ്ട്. അതാ ലോറി മറിഞ്ഞേക്കുന്നടി. ഇവിടെ ലോറി മറിഞ്ഞിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് ഇവിടെ ആകെ ബ്ലോക്കാണ് ലോറി മറിഞ്ഞിട്ട്. കണ്ടാ കണ്ടെയ്നർ. അതിൻ്റെ ബാക്കി എവിടെ ഇതാ ഇതെന്ന് വീണ് പോയതാ. ഇവിടുത്തെ ഫുഡ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ താലി മീൽസ് നല്ലതായിരുന്നു. ഞാൻ അറിയാണ്ട് ഒരു ഫ്ലോക്ക്, സ്ഥിരം താളിയല്ലേ, അപ്പോൾ ഒരു ഫ്ലോക്ക് ഞാൻ എന്ത് ചെയ്തു, ഹൈദരാബാദി ബിരിയാണി ഓർഡർ ചെയ്തു. അത് വൻ പാളി. ഇത്ര ദിവസം കഴിച്ചില്ല, 2 ദിവസത്തെ ഫുഡ് മാത്രമേ എനിക്ക് പാളിയെന്ന് തോന്നിയിട്ടുള്ളൂ. ഒന്ന് ക്വാണ്ടിറ്റി വൈസ് കമ്മിയായിരുന്നു. ഇത് ഒരു പച്ച ബിരിയാണി. വീഡിയോ എടുത്തില്ല ഞാൻ. അപ്പോഴേക്കും ഒരു തന്നെ വണ്ടിയൊക്കെ പഞ്ചറായി. അതിൻ്റെ പിന്നാലെ പോയി വീഡിയോ എടുക്കാൻ മറന്നുപോയി. മാറിക്കൊണ്ടിരിക്കുക കേട്ടോ. പല കാഴ്ചകളാണ്. ആൾക്കാർ ചോദിക്കിയപ്പോഴും ട്രെയിനിൽ പോയിക്കൂടെ, ബസ്സിൽ പോയിക്കൂടെ. നമ്മൾ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ നമ്മളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യും. ഒക്കെ ഒരു 3D എഫക്റ്റിലാണ് നമ്മളെല്ലാം എക്സ്പീരിയൻസ്. ഇപ്പോൾ എത്ര രീതിക്കുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടുപോകുന്നു. ഇപ്പോൾ അതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യല്ലേ. അത് ഈ ട്രെയിനിലൊന്നും പോകുന്ന കിട്ടൂല. അത് പിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ പാടാ. അത് റോഡ് ട്രിപ്പിൻ്റെ സുഖം വേറെ തന്നെ. എന്തൊക്കെ പറഞ്ഞാലും അതിന് കാറായിക്കോട്ടെ ബൈക്കായിക്കോട്ടെ. ചിലർക്ക് കാറാവും കംഫേർട്ട്, എനിക്ക് ബൈക്കാണ് കംഫേർട്ട് എന്ന് പറയാൻ പറ്റില്ല. ബൈക്കാണ് എനിക്ക് ഇഷ്ടം. കംഫേർട്ട് നോക്കിയിട്ട് ഒരിക്കലും ബൈക്കിൽ വരരുത്. കുറച്ചൊക്കെ കഷ്ടപ്പെടണം, വെയിൽ കൊള്ളണം, ചൂടുണ്ടാവും. പക്ഷെ ബൈക്കിൻ്റെ ഫീലൊന്നും പറയാം. ലൈവ് ചേച്ചിൻ്റെ സാരികാട് ഒരു പീസ് പോന്നു. ഇന്ന് എല്ലാവർക്കും പണിയാ. രാവിലെ മുതൽ ഇതാണ്ട അത് ഇവിടുന്ന് പൊട്ടിപ്പോന്നു. പുതിയ വണ്ടി കേട്ടോ, വാങ്ങിയിട്ട് അധികം ആയിട്ടില്ല. എന്തത്ര ഉള്ളു ക്വാളിറ്റി. ഇതാ ഇവിടുന്ന് പിന്നെ സാരികട ആദ്യമേ തന്നെ ഉരുമിന്നി സാരികട പോടുന്ന് കയറണം. റിയോൻ്റെ വണ്ടി പഞ്ചർ. എൻ്റെ വണ്ടീൻ്റെ യോക്ക് കംപ്ലൈൻറ്റ്, യോക്കിൻ്റെ സ്ക്രൂ പോയി. ചേച്ചീൻ്റെ സാരികാട് പൊട്ടി. പിന്നെ ഫയാസിൻ്റെ വണ്ടിക്ക് എന്താ, ഫയാസിൻ്റെ വണ്ടിക്ക് എൻ്റെ ഇൻഡിക്കേറ്റർ സെക്ഷൻ ബാക്ക് മൊത്തം പോയി. അത് മൊത്തം മാറ്റണം, ഞാൻ പറഞ്ഞല്ലേ. പിന്നെ നിഷാദ് ഖാൻ്റെ വണ്ടീൻ്റെ ഹാൻഡിൽ ഇളകി പോകുന്നില്ല. ഇങ്ങനെ ഇളകി കളിക്കാൻ തുടങ്ങി. ഫുള്ള് പണി. ഇന്ന് എല്ലാവർക്കും പണിയാണ്. ഗായ്സ്, നമ്മൾ ഉദയ്പൂർ എത്തിയതിൻ്റെയാണ്. ഇവിടുത്തെ റൂംസ് കണ്ടോ, റൂംസിൻ്റെ വ്യൂ കണ്ടോ. ആർക്ക് നമ്മുടെ സ്റ്റേ കണ്ടോ, ഹെറിറ്റേജ്. വൃത്തിയൊന്നും നോക്കണ്ട, ആ സ്ട്രക്ചർ കണ്ടോ. ഒരു റീച്ച് ആയിരിക്കണം ഗൈസ്. ഇതാണ് റോഡ്, ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. അതന്നെ നമ്മളിന്ന് നിൽക്കാൻ പോകുന്ന, ഇന്നും നാളെ നിൽക്കാൻ പോകുന്ന റൂം ഇതാട്ടോ. എനിക്കിഷ്ടമായി. ഉള്ളിൽ എന്താ അവസ്ഥ നമുക്ക് ഉള്ളിൽ പോയി നോക്കാം. അപ്പോൾ നമ്മൾ റൂമിൽ സാധനങ്ങളൊക്കെ വെച്ചൊന്ന് ഫ്രഷ് ആയിട്ട് ഇതപ്പോൾ ഇറങ്ങിയിട്ടോ. ഇപ്പോൾ ഉദയ്പൂർ പാലസ് കാണാൻ വേണ്ടിയിട്ട് പോലുള്ള പരിപാടിയാണ്. അപ്പോൾ നാളെ ഇവിടെ സ്റ്റേ അല്ല, ഇന്ന് തന്നെ സ്റ്റേ ഉള്ളൂ. നാളെ രാവിലെ ഇവിടെ നിന്ന് തിരിക്കും. നാളെ രാവിലെ നേരെ ജയ്പൂർ. പക്ഷെ ഒരു ഭാഗ്യം എന്താ വെച്ചാൽ ഇത്രയും ദൂരം വന്ന ഹൈവേ അല്ലേ, ഹൈവേ പിടിച്ചിട്ട് ഒരൊറ്റ പൊളി വിളിക്കാനുള്ള പരിപാടി. സുന്ദരമായിട്ട് അവിടെ എത്താം. കൃഷ്ണൻ്റെ അമ്പലമാണ്. സ്ഥിരം എങ്ങനെയാണോ അതോ ഇനിയിപ്പോൾ അവിടെ വല്ല പ്രത്യേകതയുണ്ടോ എന്തോ ഒന്നും അറിയില്ല. ഇപ്പോൾ ടീംസ് ഇവിടെ ഉണ്ട്, കണ്ടുപിടിക്കണം എല്ലാവരും. കണ്ടോ
ഞാൻ മെല്ലെ എടുക്കുള്ളൂ, ഈ ഒരു ഷോൾഡറിൽ പിടിച്ചാൽ മതി. ജസ്റ്റ് ഉള്ളിലെത്തി. ക്ലോസിങ് ടൈം ആവാനായി. നമ്മൾ എത്താൻ കുറച്ച് ലേറ്റായി പോയി. ഇതൊക്കെ ശരിക്കും സ്വസ്ഥമായി കണ്ട സാധനം കേട്ടോ. പണ്ടത്തെ പടച്ചട്ട, പണ്ടത്തെ ഗണ്ണുകളാട്ടോ, പണ്ടത്തെ ആയുധങ്ങൾ. പണ്ടൊക്കെ ഗണ്ണുണ്ടായിരുന്നല്ലേ, ഇമ്മാരി വലിപ്പ ഗണ്ണിനൊക്കെ. ഓ, ഒരു തോക്കിൻ്റെ വലിപ്പം അത്. പണ്ട് ഈ പിസ്റ്റൾസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ ഈ തോക്ക് ശേഖരം. ഇതൊക്കെ ചിലപ്പോൾ ബ്രിട്ടീഷ് ആർമി അവർക്ക് വിറ്റിട്ട് പോയതാവും. ഇന്ന് രാജാക്കന്മാരൊക്കെ ഫോട്ടോസാട്ടാ. എൻ്റെ പൊന്നു, ഇതൊക്കെ പണ്ടത്തെ സാധനങ്ങളാ. എമ്മാരി സെറ്റപ്പില് സിറ്റി പാലസ് മ്യൂസിയം. ഓഹാ, വാവ്, കിടിലൻ. കുറേ ഫോട്ടോസൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ ഈ പാലസിൻ്റെ സ്ട്രക്ചർ അടിപൊളിയുണ്ട്. മറ്റത് നമുക്ക് മനസ്സിലാവണില്ല. നമുക്ക് ഇത് എന്തൊക്കെ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് വേണ്ടേ മനസ്സിലാവാൻ. ഏയ്, ഇതെന്താ പണ്ടത്തെ ബാത്ത് ഡബ്ബാ? എന്തല്ലേ ലൈഫ് തന്നെ. പണ്ടത്തെ ബാത്ത് ഡബ്ബോ സെറ്റപ്പ് ഉണ്ട്. കുറെ കുടിസ് വഴികൾ കേട്ടോ. മൈൻഡ് യുവർ ഹെഡ് എന്നൊക്കെ എഴുതിച്ചിട്ട് കണ്ട, മണ്ട മുട്ടണ പോലത്തെ കുറെ കുടിസ് വഴികൾ. എൻ്റെ പൊന്ന്, ഇതെന്തത്? ഇത് തീരൊന്നുമില്ലേ? എങ്ങനെ പോയാലും പിന്നെ ഒരു നടുമുറ്റത്തിലോ എന്തിലൊക്കെയാണ് എത്തുക. ഇത് കണ്ട, ഓ, തിരുന്ന കിളിക്കൂടുകളോ അതുവരെ എടുത്ത്. കേജ് ഫോർ കാരിയർ പീജിയൻസ്, പ്രാവിനെ പണ്ടത്തെ നമ്മളെ സന്ദേശം കൊടുക്കണത് വരെയൊക്കെ അല്ലേ, അപ്പോൾ അതിനൊക്കെ വളർത്തിയിരുന്ന സ്ഥലം കൂടുകളാണ്. അങ്ങനെ വീഡിയോ ആണ് അല്ല, വീഡിയോ അല്ല, ഫോട്ടോ. ഈ എലിഫൻറ്റ് ഫൈറ്റിങ്ങിൻ്റെ സ്മരണാർത്ഥം അവിടെ ഇതേപോലെ ഇങ്ങനെ 2 സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പണ്ടും ഇങ്ങനത്തെ വിനോദങ്ങളൊക്കെ ഉണ്ടല്ലേ. കണ്ടോ, ഫുള്ള് കുടിസ് വഴികൾ, ഫുള്ള് കുടിസ് വഴികൾ കൂടെ പോയിട്ട് വലിയൊരു നടുമുറ്റം. പണ്ടത്തെ പേന ലൈബ്രറി, പണ്ടത്തെ വിളക്ക്, അവർ എഴുതാൻ ഉപയോഗിച്ചിരുന്ന പെന്ന്. എൻ്റെ മോനെ, പുള്ളിയുടെ ലൈഫാണടാ ലൈഫ്. രാജാവ് നിൽക്കണ്ട കൈ കാണിക്കില്ല. വീശറി, ആ വീശറീൻ്റെ സെറ്റപ്പ് വേണ്ട, പണ്ടത്തെ വീശറി കയറുള്ളത്. ആ വീശറിൻ്റെ സെറ്റപ്പ് നോക്കിയേ പണ്ടത്തെ.
ഒരു വീഡിയോ എടുക്കട്ടെ ഷോർട്സിന്. പണ്ടത്തെ വീൽ ചെയറാണ്, ടെക്നോളജിയാ. രാജാവിൻ്റെ മുഖം ഗോൾഡ് പ്ലേറ്റഡ് ആവുന്ന തോന്നണേ. അപ്പം നമ്മളിത് നടന്ന് വേറെ അതെ വേറെ ഒരു നടുമുറ്റത്തിലോട്ട് എത്തിയിട്ടാ നടന്നിട്ട് നമ്മളിപ്പോ പോകുന്നത് ക്വീൻ പാലസിലേക്ക് കേട്ടാ. കൊറേ കറങ്ങുന്നുണ്ട് ഉള്ളില്. മ്യൂസിക് നൈറ്റ് പരിപാടിയൊക്കെ നടത്തുന്ന സ്ഥലം തോന്നുന്നുണ്ട് ആ ഒരു സെറ്റപ്പ്. അവര് പണ്ട് ഉപയോഗിച്ചിരുന്ന തുണിയാട്ടാണ്. പണ്ടത്തെ എന്തോ ഒരു കളികള്, നമ്മുടെ തായം കളിക്കണ പോലത്തെ എന്തൊരു കളിയാണ് ഇത്. തായം കളി മാതിരി തന്നെ ഉണ്ടല്ലോ. റെസ്റ്റ് എടുക്കണ അറ, രാജ്ഞി റെസ്റ്റ് എടുക്കണ അറ. രാജ്ഞിൻ്റെ പെറ്റിൻ്റെ കൂടൊക്കെ ഉണ്ട് അവിടെ. ഇവരൊന്നും പൊതുവെ ഹൈറ്റില്ല, ഒന്നും തീരെ വലുപ്പമില്ല. നോ എൻട്രി. ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയോ വഴി ഉണ്ടിട്ടാ. അതിൻ്റെ ഏറ്റവും മേലെ തന്നെ സ്ട്രക്ചർ നോക്കിയാ നീ. ഏറ്റവും കൂടിയും പകൽ വന്ന് കാണണം കേട്ടോ. ഇപ്പം ലൈറ്റൊക്കെ ഓഫ് ചെയ്തു ഏകദേശം. പകൽ വന്ന് കാണണം ഒരു വട്ടം. ഇവിടൊക്കെ നിധി ഉണ്ടാവും, പറയാൻ പറ്റില്ല. ഗണപതി അന്നൊന്നും മെയിനാ. യോ മോനെ ഇതെന്തോന്നത്. കല്യാണങ്ങളാ നടക്കുമ്പോഴൊക്കെ ഹോമകുണ്ടവും കാര്യങ്ങളൊക്കെ സിൽവറും ഗോൾഡിൻ്റെ ഒക്കെയാണ്. കാശിൻ്റെ തന്നെ എന്തല്ലേ ഇതെന്തോ എന്തൊക്കെയോ ഉണ്ട്. പണ്ട് അവർ പോയിരുന്ന കുതിരേൻ്റെ നിശാദ് വേവാ. സെറ്റപ്പ് സാധനം കടി. കുതിരവണ്ടി വണ്ടി കുറിച്ചല്ല, ബാക്ക് കുതിര ഇല്ലാന്നുള്ളൂ. ദേ ഈ സാധനമാണ് അവിടെ വെച്ചേക്കുന്നത്. ഇവരൊക്കെ ആയിക്കഴിഞ്ഞാൽ പെട്ട്. ആനകളുടെ ആഭരണങ്ങളാട്ടാ ആനയ്ക്ക് കഴുത്തിട്ട് കൊടുക്കുന്നത്. മാസ സാധനങ്ങളാണ്. അടിപൊളിയായിട്ടല്ലേ, അടിപൊളിയായിട്ടോ. പേനകളാണ് ഗൈസ്. ഓല എഴുതുന്ന സാധനം ഉണ്ടല്ലോ, അതാണത്. മെതിയടി. അവരൊക്കെ ഫോട്ടോസാണ്. ഭാഗ്യവന്മാര് ട്രോഫിയാ. ആട്ടില് നമ്മളൊരു നടുമുറ്റത്തേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇത് നമ്മളെ തുടങ്ങി കയറിയ സ്ഥലാട്ടാ. കെട്ടിയിട്ടിരുന്ന സെറ്റപ്പാട്ടത്. ചങ്ങലയാണ്. യമ്മാര് വലിയ ചങ്ങലയിടൂ. ഇതിലൊക്കെയാണ് അതിനെ കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ ചങ്ങലേൻ്റെ ഇരട്ടീൻ്റെ ഉണ്ടായി. നല്ലോണ്ടല്ലേ. ആനനെ കിട്ടിയിരുന്ന സ്ഥലമാണ് ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ എലിഫൻറ്റ് ഫൈറ്റിൻ്റെ സ്മാരകാർത്ഥം വെച്ചിട്ടുള്ള സ്റ്റാച്യു കേട്ടോ. എലിഫൻറ്റ് ഫൈറ്റിൻ്റെ സ്മാരകാർത്ഥം വെച്ചിട്ടുള്ള സ്റ്റാച്യു ഇതാണ് സംഭവം. സ്പെഷ്യൽ നോൺ വെജിറ്റേറിയനാണ്. അങ്ങനെ എന്തോ കഴിക്കാനാണ്. ടേസ്റ്റല്ലേ? ഉദയ്പൂർ സ്പെഷ്യൽ ബിരിയാണി എങ്ങനെ ടിക്ക? നൈസല്ലേ? അതെ നൈസാണ്. ബാക്കി വയറിന് എന്താവുന്നുള്ളത് കണ്ടറിയാം.
നമ്മൾ ഫുഡ് കഴിച്ചപ്പോൾ എന്തൊരു കുൽഹർ ചായയോ അങ്ങനെ എന്തൊരു ചായ അടിച്ചപ്പോൾ ആ ഫ്രൂട്ട്സ് കഴിക്കാൻ വന്നില്ല. മാംഗോ പിന്നെന്താ പച്ചക്കറിയാ? ഇത് മാംഗോ ഫ്രൂട്ട്സ് ആണെങ്കിലും ഇപ്പോൾ മാങ്ങ മുറിക്കുന്നത് നമ്മളെ ഡിവൈഡായിട്ടുള്ള പ്രീമിയാക്കി. പിന്നെ ഞാൻ മുറിക്കണേ ഇതാണ് നമ്മുടെ സ്റ്റേൻ്റെ നൈറ്റ് വ്യൂ കേട്ടോ. നൈറ്റ് വ്യൂ രക്ഷയില്ല. കണ്ടാ ഇടിലാണ്. ഇപ്പം നമ്മൾ റൂമിലെത്തി. ഇതാ തുണി തോരാടാനുള്ള സെറ്റപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അവിടെ തുണി തിരുമ്പുണ്ട്. അതൊക്കെ തോരട്ടിട്ട് ഒന്ന് ഒതുക്കിയിട്ട് അങ്ങ് കിടന്നുണ്ട്. ഇപ്പോൾ ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ നമ്മൾ ഉദയ്പൂർ ടു ജയ്പൂർ 403 കിലോമീറ്റർ ഒറ്റ. നമുക്ക് ബാക്കി നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. സോ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ദ ലൈഫ് ഓഫ് മിസ്റ്റർ ലൈഫ് വ്ലോഗർ. ഇപ്പം നമ്മളിത് രാവിലെ തന്നെ ഫുള്ള് റെഡിയായി. കണ്ട ഫുള്ള് സെറ്റപ്പായി ഇറങ്ങി. കറക്റ്റ് ഷാർപ്പ് 7 മണിക്ക് ഇറങ്ങണം. അന്ന് ജയ്പൂർക്ക് 403 കിലോമീറ്റർ ഉണ്ട്. സോ ഫുള്ള് റെഡി. ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. വണ്ടി ലഗേജ് കയറ്റിയാണ്. ഡ്രോപ്പ് ബോക്സും കൂടി വെച്ചാൽ മതി. ബാക്കിയൊക്കെ സെറ്റാണ്. ഇവിടുത്തെ ഇന്നലത്തെ രാത്രിത്തെ സ്റ്റേ കുഴപ്പമൊന്നുമില്ല കേട്ടോ. റൂമും വലിയ കുഴപ്പമില്ലാത്ത വൃത്തിയുണ്ട്. പിന്നെ കാണാൻ അടിപൊളിയാണ്. ഹോട്ടൽ കാണാൻ വേറെ ലെവലാണ്. വണ്ടി ഫുള്ള് ലഗേജ് കയറ്റിയിട്ടാ. കണക്ട് ചെയ്തോ? രാത്രി വരുമ്പോൾ ബൈക്ക് നോക്കാം. കുഞ്ഞു കുഞ്ഞു ആളുകളുണ്ടോ, യൂബുണ്ടോ, കേബിൾസ് എന്തെങ്കിലും ഇതിൽ പറ്റിയിട്ടുണ്ടോ, നട്ടും മോട്ടൊക്കെ ലൂസാണോ, മിറർ ടൈറ്റ് ആണോ, വൈസറൊക്കെ ക്ലീൻ ചെയ്യാം. ഹെൽമെറ്റിൻ്റെയും മിറർ, വണ്ടിയുടെ മിറർ റെഗുലറായിട്ട് ചെക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളാണ്. ചെക്ക് ചെയ്യട്ടോ. നമ്മൾ ഇന്നലെ അടിച്ച് പിന്നിച്ച് വന്ന ഹൈവേ അല്ലേ, അതിൽ തന്നെയാണ് പോണത്. ഇവിടുന്ന് ഡീവിയേഷൻ ഉണ്ട് തോന്നുന്നത്. എന്തത് എൻ്റെ അമ്മോ, ഒരു ബൊലേറോയും 100 ആളും. സേഫ്റ്റി ഇല്ലൊരു തേങ്ങയില്ല അവിടെ. ഇപ്പോൾ ഇവിടുന്ന് ഡീവിയേഷൻ ഉണ്ടോയെന്ന് അറിയില്ല. നമ്മൾ പോണ ഹൈവേ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വന്ന ഹൈവേയിൽ. പക്ഷെ വരുന്ന വഴിക്ക് നമ്മൾ ജയ്പൂർ നല്ല ബോർഡൊക്കെ കണ്ടിരുന്നു. നമ്മുടെ കിലോമീറ്റർ സർവീസ് കിലോമീറ്റർ റിമൈൻഡർ റീസെറ്റ് ചെയ്തിട്ട് അതുകൊണ്ട് ഇപ്പോൾ വാർണിംഗ് സിമ്പൽ പോയി. അപ്പം അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്. മറ്റേത് അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു ഇളങ്ങറാ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്റർ കാണാൻ പറ്റില്ല. ഇടയ്ക്ക് വണ്ടികളെല്ലാം പണി കിട്ടി ഇന്നലെ. ഓരോ വണ്ടിക്കും ഓരോ പണി എന്നാലും പറഞ്ഞില്ലേ. ഇന്നലെ എത്താൻ ലൈറ്റ് ആയതുകൊണ്ട് ഉദയ്പൂർ പാലസ് നമുക്ക് എന്താ പറയുക, ഒരു സമാധാനം വഴിക്ക് കാണാൻ പറ്റിയിട്ടില്ല. വേഗം കണ്ടിറങ്ങിയ പോലെ. വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, വേഗം ഇറങ്ങുക. കിലോമീറ്റർ നമ്മളിപ്പോൾ ആകെ 90 ചില്ലാനം കിലോമീറ്റർ കവർ ചെയ്തിട്ടുള്ളൂ. ഇനി കവർ ചെയ്യാണ്ട് വേഗം കഴിക്കുക, വേഗം വിടുക. ആലുപൊറോട്ട അടിച്ചപ്പോൾ എഗെയിൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഗൈസ്. ഞങ്ങൾ കഴിച്ചിറങ്ങി, ഫുഡ് കഴിച്ചിറങ്ങിയിട്ട് ഞങ്ങൾ. പക്ഷേ നല്ല ക്രോസ് വിൻഡാണ്. ആകെ പൊടിക്കാറ്റും നല്ല ക്രോസ് വിൻഡ്സാണ്. വണ്ടി നല്ലോണം സൈഡിലേക്ക് വലിച്ചു കൊണ്ടുകൊണ്ട് ഹെൽമെറ്റൊക്കെ തന്നെ തിരിഞ്ഞു പോവുക. അമ്മായി ക്രോസ് വിൻഡ്സാണ്. ഓ ഇന്നത്തെ ആദ്യത്തെ പണി കിട്ടിയിട്ടോ. വിശാലേട്ടൻ്റെ വണ്ടി പഞ്ചർ. ഇന്നത്തെ ആദ്യത്തെ പണിയാണ്. ഈ 10-15 ബൈക്ക് ഉണ്ടാവുകൊണ്ടേ ഓരോ ബൈക്കിനും മാറി മാറി പണി വന്നാൽ എല്ലാ ദിവസവും പണിയായി. നമുക്കിനി ഏകദേശം ഒരു 220 കിലോമീറ്ററോളം ഇനി കവർ ചെയ്യാണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതാ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ നിർത്തിയിട്ടാണ്. വണ്ടികളൊക്കെ ഇതാ അവിടെ വെച്ചു. വലിയ വൃത്തിയൊന്നുമില്ല, ഒരു ആവറേജ് ഒരു ധാബ. AC ഒക്കെ ഉണ്ട്. ഉള്ളിലാണെച്ചാൽ നല്ല തിരക്കുണ്ട്. ഫുഡ് കൊള്ളാൻ തോന്നുന്നുണ്ട്. നല്ല തിരക്കുണ്ട് ഉള്ളിൽ. നമ്മൾ നമ്മുടെ ലഗേജും കാര്യങ്ങളും ലഗേജ് എന്നാണേ
ഹെൽമെറ്റ് ജാക്കറ്റൊക്കെ ഇവിടെ വെച്ചിട്ട് ഉള്ളിൽ പോവാം, ഇവിടെ വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ നമ്മൾ ഗോപ്രൊക്കെ ഉള്ളിലേക്ക് എടുക്കും, ബാക്കിയുള്ള കല്ല് വല്യൊക്കെ ഇവിടെ പുറത്ത് വയ്ക്കും. ഇവിടെ അക്വറിയ ഉണ്ട്, അക്വറിയ. ഇത്രയും നേരം വെയിലത്ത് വന്നിട്ടേ ഈ എ സിയിലേക്ക് കയറുമ്പോണ്ടല്ലോ ഉടുക്കത്തെ തണുപ്പ്, ഉടുക്കത്തെ സുഖമാണ്. ആഹാ, സ്വർഗം സ്വർഗം സ്വർഗം. ഇത്ര നേരം ചൂടത്ത് വന്നിട്ട് ഇപ്പോൾ എ സി കയറുമ്പോൾ എന്ത് പറയുന്നു? ഇതിനെയാണ് നമ്മൾ തണുപ്പ് കാലത്ത് അല്ല ചൂട് കാലത്ത് തണുപ്പ് കിട്ടുമ്പോൾ ഉണ്ടാകുന്നതാണ് നമ്മൾ കുളിർമ എന്ന് പറയുന്നത്. അതാണ് അവസ്ഥ. ഇവിടേക്ക് കയറിയതിന് ശേഷം ഫുഡിന് മുന്നേ സ്ഥിരമുള്ള പരിപാടി ഇതാണ്. ഉള്ളി ഇരുന്ന് തിന്നും, നല്ല നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് വയറിനും നല്ലത്. പിന്നെ ഫുഡ് കഴിയുന്നവരെ ഒരു നേരം പോക്കായി. കറി വന്നു, കറികളും ചപ്പാത്തിക്കും അങ്ങനെ ഒരുമിച്ച് തന്നു. നമ്മൾ പിന്നെ അത് ഓരോന്നായിട്ട് സെർവ് ചെയ്യണം. ഇങ്ങനെയാണ് ഞങ്ങൾ പോർന്ന രീതി കേട്ടോ. ആദ്യം മേടം അങ്ങനെ കയറും, എന്നിട്ട് അതിൻ്റെ പിന്നാലെ നമ്മളും കയറും. ലഗേജ് ഡിഫിക്കൽട്ടീസ് ബട്ട് ഇറ്റ്സ് ഫൺ. അതാ വണ്ടി ഓടിച്ചു പോവാണ്. പക്ഷേ ഇന്ന് പണി മൊത്തം വിശാലേട്ടനാണ്. പുള്ളിയുടെ വണ്ടി ആദ്യം ഒന്ന് പഞ്ചറായി, അത് ശരിയാക്കി അവിടുന്ന് പോന്ന് ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത പഞ്ചർ, 2 പഞ്ചർ ഒരു വണ്ടിക്ക് തന്നെ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ലീഡായിട്ടുള്ള 2 ലീഡുണ്ട്, അതിൽ ഒരു ലീഡായിട്ടുള്ള നമ്മുടെ പ്രീനുവേട്ടനും പിന്നെ വിശാലേട്ടനും അവർ 2-3 ആൾക്കാർ കൂടിയിട്ട് വണ്ടി ശരിയാക്കാൻ നിന്നു. അപ്പോൾ അവർ കഴിച്ചിട്ടില്ല. ഞങ്ങളെന്തായാലും മെല്ലെ അങ്ങനെ മൂവ് ചെയ്യാന്ന് വിചാരിച്ചു. അവർ വേഗം വരും. ഹലോ, ചൂട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ചൂടൊന്നും ഒന്നുമില്ല കേട്ടോ. ഇവിടുത്തെ ചൂട് പറഞ്ഞാൽ ഉരുക്കി പോവും. അതായത് കേരളത്തിലൊക്കെ നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് കുറച്ച് നേരം ഗ്ലാസ് തുറന്നിട്ടില്ലേ, ഇവിടെ അങ്ങനെ ഗ്ലാസ് തുറന്നിടാൻ പറ്റില്ല. ഇവിടെ ഗ്ലാസ് തുറന്നിട്ട് കഴിഞ്ഞാൽ ചൂട് കാറ്റ്, തിളച്ച കാറ്റ് വരണ മാതിരി, നീരാവി വരണ പോലെയാണ് കാറ്റ് വരിക. അമ്മാതിരി ചൂടാ, 45 ഡിഗ്രി അങ്ങനെയൊക്കെയാണ് ചൂട് കിടക്കണേ. നാട്ടിലത്തെ ചൂടായിട്ടൊന്നൊരു ബന്ധമില്ല കേട്ടോ. കണ്ടില്ലേ, ഫുള്ള് പൊടിക്കാറ്റാണ്. ഈ ഡ്രൈനസ്സും ആ കാറ്റും കൂടി ആകുമ്പോഴേ ആകെ പൊടിപടലാണ്. മഴക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചൂടിന് ചെറിയൊരു കമ്മിയുണ്ട്, ഒരു മഴക്കാർ കാണാണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ സ്പോട്ടിലേക്ക് ഇനി അധികം ദൂരം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. മതിയേ, ഏകദേശം ഈവനിങ് ആയി. പക്ഷെ വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. പൊടിക്കാറ്റ്, കാറ്റ് എന്ന് പറഞ്ഞാൽ വൻ കാറ്റ്, വൻ പൊടി, ഒരു രക്ഷയില്ല. എൻ്റെ അമ്മോ, വേണ്ട മുന്നിക്ക് നോക്കിയാൽ കാണാം, വെറും പൊല്യൂഷനാ. വണ്ടി ഓടിക്കാൻ പറ്റില്ല, അമ്മാതിരി കാറ്റാണ്. ആറാംസി ആറാംസി. ഓക്കെ, ആറ് ഘട്ടം ഉണ്ടായിട്ട് 539 കയറി. ഇതെന്ത് കൂടിയപ്പോൾ ഇത് 0 തുടങ്ങിയത്. ആ, റെക്കോർഡുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം ജയ്പൂർ എത്തിയിട്ടോ. അവിടെ ഇവിടെയൊക്കെ ട്രാഫിക്കിൽ പെടുന്നുണ്ട്. NH-ലാണെങ്കിലും ഇവിടെ ട്രാഫിക് ഉണ്ട് അവിടെ ഇവിടെ. ഇതുണ്ടോ, ഇതാണ് അവസ്ഥ ഈ റോഡത്തെ. ഈ 3 പോണോക്ക് വണ്ടി വലിയൂല, എന്നാലും മത്സരത്തിനൊരു കുറവുമില്ല. ആകെ ലോക്ക. കറക്റ്റ് പ്രോപ്പർ ജയ്പൂർ എത്തിപ്പെട്ടു ഗൈസ്. 8 പെടൽ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ മുട്ടം ബ്ലോക്ക്. വേണ്ട മുന്നിക്കുണ്ടോ, ഏകദേശം 2-3 കിലോമീറ്ററോളം ബ്ലോക്ക് പോകുന്നുണ്ട്. എങ്ങനെന്ന് മറ്റേ മഹലൊക്കെ കാണാൻ പോകാനാ? ഈ ബാക്കിൽ സാഡിൽ ബാഗ് ഉണ്ടാവുകൊണ്ടേ എനിക്ക് തനിയെ അങ്ങനെ കുത്തിക്കയറ്റി പോകാനും പറ്റില്ല സാധാ പോണ പോലെ. ഈ ഒരു ട്രാഫിക്കിനാണ് തോന്നുന്നത് നമ്മൾ ഇത്രയും നേരം അവിടെ പട്ടി ലോക്കായത്. ബാക്കിയുള്ളവരൊന്നും കാണാൻ കൂടെയല്ല. ഈ 2 സൈഡിലും സാഡിൽ ബാഗ് എല്ലാവർക്കും ഉണ്ടായതുകൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ് തട്ടാണ്ട് പോരാൻ. ഞങ്ങൾ തന്നെ പിന്നീട് അവൾ കറക്റ്റ് പറഞ്ഞതുകൊണ്ടാണ് കയറി പോകുന്നത്. ഇല്ലെങ്കിൽ കയറി പോരാൻ ഭയങ്കര പാടാണ്. നമുക്ക് കണക്ക് കിട്ടൂല, കറക്റ്റ് ഗ്യാപ്പാവും ചിലത്. അഥവാ തട്ടിയാലും നമ്മൾ വീഴണ നേരെ
ലോറീൻ്റെ മേലൊക്കെ തട്ടിയതിൻ്റെ അടിക്കാവും. ജയ്പൂർ ടൗൺ കേട്ടോ, ഇവിടെ നല്ല സ്ട്രിക്റ്റ് ആണ് കൊണ്ട് എവിടെ നോക്കിയാലും പോലീസ്. പിന്നെ നമ്മളവിടുന്ന് പോന്നിട്ട് ഇവിടെ മാത്രമാണ് ഇങ്ങനെ ഹെൽമെറ്റ് ഇട്ടിട്ട് ആൾക്കാരെ കണ്ടിട്ടുള്ളത്. ബാക്കിയുള്ളടത്തൊന്നും ഹെൽമെറ്റ് ഇട്ടില്ല, ഇവിടെ എല്ലാവരും ഹെൽമെറ്റ് ഇട്ടുണ്ട് കണ്ടോ. എല്ലാ സ്ട്രീറ്റിലും പോലീസുകാരാ എല്ലായിടത്തും. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി. പക്ഷേ സർപ്രൈസ് എന്താ വെച്ചാലേ, നമ്മൾ നേപ്പാൾ പോയപ്പോൾ ഞാൻ നിന്ന ഹോട്ടലിൻ്റെ പേരും കാഠ്മണ്ഡുവിൽ ഞാൻ നിന്ന 3-4 ദിവസം നിന്ന ഹോട്ടലിൻ്റെ പേരും ഹോട്ടൽ കൊണാർക്ക് പാലസ് എന്നാണ്. ഇതും ഹോട്ടൽ കൊണാർക്ക് പാലസാണ്. എനിക്കിഷ്ടമായി, കാരണം ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ എനിക്ക് മെയിനായിട്ട് താല്പര്യമുള്ള വിഷയമാണ് ഇവിടെ ഒരു നല്ലൊരു അക്വേറിയം ഉണ്ട്. അയ്യവ ഒരു അടിപൊളി മിൽക്കി കാർപ്പും 2 ഷാർക്കും ഗോൾഡ് ഫിഷും മോളിയും പ്ലാറ്റിയും ഒക്കെ ഉണ്ട്. സോഡ് ടൈലുണ്ട്. നൈസ് നൈസ് നൈസ്. നമ്മളിവിടെ ഹോട്ടലിൽ എത്തിയിട്ട്, പക്ഷേ വിഷയം എന്താ വെച്ചാൽ ഇവിടുന്ന് എങ്ങനെ ഇനി ബാക്കിയുള്ളടത്തേക്ക് പോകും. അമ്മാരി ബ്ലോക്ക് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ് അവിടെ, സഹിക്കില്ല. ഇവിടുന്ന് എങ്ങനെ ബാക്കിയുള്ളടത്തേക്കൊന്നും ഒരു ഐഡിയ ഇല്ല. ബാംഗ്ലൂരത്തെ അതേ അവസ്ഥ. ഓ പങ്കിട്ട് വരുമ്പോൾ കഷ്ടപ്പെട്ട് ഈ സാഡിൽ ബാഗ് ഉണ്ടാവുകൊണ്ടേ എളുപ്പമല്ല. വേറെ ടേബിളാണത്, കിടിലൻ ടേബിള്. ചേച്ചി ഞങ്ങളുടെ റൂമ് ബ്ലോഗാണല്ലേ? ബ്ലോഗാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെക്ക് ഇൻ ചെയ്തു. ആദ്യം റൂം നോക്കിക്കോട്ടെ. 307 ഒരു ഭാഗ്യമുണ്ട്, ഇവിടെ ലിഫ്റ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ ഇതുവരെ എടുത്തതിലാകെ കാസർഗോഡ് മാത്രമേ ലിഫ്റ്റ് ഉള്ളൂ. ഈ ലഗേജൊക്കെ സൈഡിൽ ബാഗും ടോപ്പ് ബോക്സൊക്കെ 7 ഒക്കെ മേലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. കൊള്ളാം. ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെയുണ്ട്? റൂമ് തിരക്കടിയില്ല കേട്ടോ. ഇതാട്ടോ ജയ്പൂരിലെ നമ്മുടെ റൂം കൊള്ളാലടി, കുഴപ്പമൊന്നുമില്ല. വ്യൂ എന്താ അവസ്ഥ? വ്യൂ ഒന്നുമില്ല, റോഡാണ്. പിന്നെ കുറേ ടെറസും അപ്പുറത്ത് നല്ല കുട്ടികളുണ്ടെങ്കിൽ ഒരു രസമൊക്കെ ഉണ്ടാവും അല്ലേ? ആ അപ്പോൾ ഞാനും ഹരി സുനിക്കുട്ടൻ ഫയാസ് പിന്നെ ഇതാ അവളും ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിക്കാൻ ഇറങ്ങിയേക്കാം കേട്ടോ. ചായക്കട ഇല്ല, അപ്പോൾ ചായക്കട എവിടെയൊക്കെ ഉണ്ടാവും. ചായ കുടിച്ചിട്ട് ഇവിടെ ഇപ്പോൾ സമയം എത്ര അറിയോ? 7:30 കൈ സമയം. 7:30. നമ്മുടെ നാട്ടിലൊക്കെ 7:30 ആയി കഴിഞ്ഞാൽ പൂരാപുരി ഇരുട്ടാവും. ഇവിടെ നേരം മെല്ലെയാണ് കറക്കണത്, ഇരുട്ടാവണത്. അത് പതിനാറിലല്ലേ തോന്നില്ല. നമ്മൾ പിങ്ക് സിറ്റീൻ്റെ ഉള്ളിൽ എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. ഹവാമഹലില്ല അവിടെ ഭയങ്കര പ്രശ്നമാണ്. ഹെൽമെറ്റ് ലോക്ക് ചെയ്താലും ഹെൽമെറ്റ് അടിച്ചുകൊണ്ട് പോകും. ഇവിടെ ഞങ്ങൾ വണ്ടി വന്ന് നിർത്തിയിട്ടിപ്പോൾ കുറച്ച് പേര് വന്ന് കണ്ട് സംസാരിച്ച് ഇപ്പോൾ ലഡാക്ക് പോകണമെന്നൊക്കെ ചോദിച്ച്. അപ്പോൾ അവർ പറഞ്ഞ് ഹെൽമെറ്റൊക്കെ ലോക്ക് ചെയ്തിട്ടാലും ഹെൽമെറ്റ് കളയും, കൊണ്ടുപോകും. ഞങ്ങൾ ഹെൽമെറ്റൊക്കെ കൈ പിടിച്ചായിരുന്നു. എല്ലാവരും ഹെൽമെറ്റ് കൈ പിടിച്ചാണ്ടാണ് പോണേ. ഹവാ മഹൽ ജയ്പൂർ. യെസ്, ഹലോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിന് വേണ്ടി മാത്രം വരികയാണെന്ന് വെച്ചാൽ ഞാനൊരു ലോഡ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടാവും. കാരണം അത്ര നല്ല ഭംഗിയുള്ള സ്കേർട്ടോ എനിക്ക് എല്ലാം ഇഷ്ടമായി. ആണോ? എല്ലാം നല്ല ആർട്ട് വർക്കുള്ള നല്ല ഭംഗിയുള്ള ചുരിദാർ. ഇതൊക്കെ എനിക്ക് എന്തായാലും എടുക്കാൻ പറ്റില്ല, പക്ഷെ ഞാൻ ചേച്ചിയുടെ കുട്ടിക്ക് അത് ഞാൻ അവർക്ക് പ്രോമിസ് ചെയ്തതാണ്, ഞാൻ വരുമ്പോൾ എടുത്ത് കൊടുക്കുക എന്നുള്ളത്. എന്തായാലും ഞാൻ എടുത്ത് കൊടുക്കുക. ഈ സ്ട്രീറ്റ് ഫുള്ള്
ഇതാ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാ. പേഴ്സ്, അതുപോലെ വളകൾ, കമ്മലുകൾ, ജുത്തീസ് ഫേമസ് ആണെന്ന് കേട്ടിട്ടുണ്ട്. ജുത്തീസ് കാണാൻ നല്ല രസമാണ്. വള ലൈവായിട്ട് ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഗൈസ്. ലൈവായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ വള ഉണ്ടാക്കി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് സെയിം അതേപോലെ അവർ മേക്ക് ചെയ്യും. കഴിവ് തന്നെയാണ്, പക്ഷെ നല്ല റേറ്റ് 500 പറയുന്നത് ഒരു വളം ഉണ്ടാക്കാൻ. Wanna clear a bottle of Cabernet. Wanna stay home, not even drink. Wanna get out of my own head. Wanna lay down, overthink. I wanna cry every tear I got. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ കുൽഫിയൊക്കെ ഉണ്ട്. നോർമൽ കുൽഫി തന്നെ അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. ഞങ്ങളിപ്പോൾ മാംഗോ ലസ്സിയും ഇവിടുത്തെ സ്പെഷ്യൽ ഫലൂടയൊക്കെ കഴിച്ചു. അപ്പം ഇനി കുൽഫി ഒന്ന് കഴിച്ചു നോക്കാം. നോർമൽ അപ്പോൾ തന്നെ മുക്കല് നോർമൽ കുൽഫി ടോപ്പാണെന്നൊക്കെയാണ് പറഞ്ഞത്. ടേസ്റ്റ് ഉണ്ട്, നമ്മുടെ പാൽപ്പായസത്തിനൊക്കെ ടേസ്റ്റ്. ഇവിടെ മാംഗോ ലസ്സി 30 രൂപയ്ക്ക് വൻ ലാഭം. മാംഗോ ലസ്സി അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 10. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 10. നമ്മൾ ഇന്നലെ ഹവാമഹൽ മൊത്തം കാണാൻ പറ്റില്ലല്ലോ. അപ്പം ഉള്ളിൽ കയറി കാണാന്നുള്ള പ്ലാനിൽ പോവുകയാണ്. ഇത്ര ദൂരം വന്നിട്ട് ഹവാമഹലിൻ്റെ ഉള്ളിൽ കണ്ടില്ല, മോശമല്ലേ. പിന്നെ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം.